ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ദൈവകൃപയാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന് യജമാനന ശുശ്രൂഷയിൽ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. സുൽത്താൻ ബത്തേരി ഭദ്രാസനം വയനാട് ജില്ലയ്ക്ക് മാത്രമല്ല, ഈ ജില്ലയോട് അടുത്ത കണ്ണൂർ ജില്ലയിലും കേരളത്തിൽ മാത്രമല്ല, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും വ്യാപിച്ചു കിടക്കുന്ന മേഖലയിൽ 48 പള്ളികൾ ഉൾപ്പെടുന്നതാണ്. 3775 കുടുംബങ്ങളാണ് ഈ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്നത്. പ്രകൃതി രമണീയമായ ഈ ഭദ്രാസനം കാടും മേടും കാട്ടാറുകളും കുന്നും മലയും അങ്ങനെ വിവിധ തരത്തിലുള്ള ഭൂപ്രകൃതി കൊണ്ട് പ്രത്യേകത നിറഞ്ഞതാണ്. വിശ്വാസികൾ കഠിനാധ്വാനികളും കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച് ഉപജീവനം നടത്തുന്നവരുമാണ് പ്രധാനമായി. പ്രകൃതിയുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാത്രമല്ല, കാടിനോട് ചേർന്നുള്ള ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് വന്യമൃഗങ്ങളുടെ അക്രമം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതും അവരുടെ ജീവിതത്തെ ദുരിതപൂർണം ആക്കുന്നു. ഈ ഭദ്രാസനത്തിലെ വിശ്വാസികളെയും ഈ പ്രദേശത്തുള്ള അർഹിക്കുന്ന സാമ്പത്തിക പരാധീനത നേരിടുന്നവരെയും സഹായിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം ഒരു ശ്രമം നടത്തി അങ്ങനെ കാരുണ്യസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രൂപീകരിക്കുവാനിടയായി. പരിശുദ്ധ സഭയുടെ എപ്പിസ്കോപ്പൽ സിനോദോസ് നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതായ ഈ ട്രസ്റ്റ് പരിശുദ്ധ ബാവാതിരുമേനി തന്നെയാണ് മുഖ്യ രക്ഷാധികാരി. ഭദ്രാസന മെത്രാപ്പൊലീത്തായും ഭദ്രാസന സെക്രട്ടറിയും ഭദ്രാസന വൈദിക സംഘം സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികൾ, ഭദ്രാസന കൗൺസിലിൽ നിന്നുള്ള പ്രതിനിധികൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് 11 പേരടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. 3 തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് ഇരിക്കുന്നു. പ്രധാനമായും ഭവനരഹിതർക്ക് ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്നൊരു പദ്ധതിയാണ് ബദേൽ ഹോംസ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ 189 കുടുംബങ്ങൾക്ക് ഭവനങ്ങളില്ല എന്ന യാഥാർത്ഥ്യം നമ്മെ വേദനിപ്പിക്കുന്നതാണ്. അവർക്ക് 10 ലക്ഷത്തിൽ താഴെ തുക ചെലവ് വരുന്ന ഭവനം, 650 സ്ക്വയർ ഫീറ്റെങ്കിലും ഉള്ള ഒരു ഭവനം പണിഞ്ഞു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സ്നേഹിതരുടെയും പ്രത്യേകിച്ച് വൈദികരുടെയും സ്നേഹനിധികളായ ഇടവാംഗങ്ങളുടെയും സഹായത്താൽ 4 വീടുകൾ ഇപ്രകാരം പണിഞ്ഞു കൊടുക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ലഭിച്ചു. അതിനുള്ള കല്ലിടയിൽ അതിനുള്ള ശുശ്രൂഷ വരും ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. രണ്ടാമത്തെ ഒരു പദ്ധതി റാഫ ഫണ്ട് എന്നുള്ളതാണ്. നിർധനരായ രോഗികളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. 72 നിർധനരായ മാറാരോഗം ബാധിച്ചവരും 77 കിടപ്പ് രോഗികളും ഭദ്രാസനത്തിൽ ഉണ്ട്. ഇതുകൂടാതെ നിരാലംബരും നിസ്വരും ആയ ധാരാളം ആളുകൾ നമ്മുടെ സഹായവും പ്രാർത്ഥനയും ആവശ്യമുള്ളവരാണ്. അവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. മൂന്നാമത്തെ ഒരു പദ്ധതി ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുവാൻ ആഗ്രഹിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് യസ്ര ഫണ്ട് എന്നുള്ളതാണ്. നിരാലംബരായ നിർധനരായ സമൃദ്ധരായ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ ഭദ്രാസനത്തിൽ പഠിക്കുവാൻ മിടുക്കർ എന്നാൽ സാമ്പത്തിക പ്രയാസം മൂലം പഠിത്ത് നിർത്തിയവരും അല്ലെങ്കിൽ മുടങ്ങിയിരിക്കുന്നവർ 44 പേരുണ്ട്. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നടന്ന, നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ചൂരൽമല, മുണ്ടക്കൈ മുതലായ സ്ഥലങ്ങളിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ ഇരയായവരെ സഹായിക്കുന്നതിനും നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖാന്തരം സാധിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പഠന സാമഗ്രികളും കൊടുക്കുക, അവരുടെ ഭവനങ്ങൾക്ക് കേടുപാടുകളും അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾ സഹായിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. ഇതുകൂടാതെ തന്നെ ആ ദുരന്ത സമയങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രവർത്തകർ അവിടെ പോവുകയും അവർക്ക് സാമ്പത്തികവും ജീവിത ഉപാധിക്കുള്ള സാമഗ്രികളും നൽകി സഹായിച്ചു. ഇതുപോലെ വിവിധ തരത്തിലുള്ള
ആവശ്യങ്ങളെ മുൻനിർത്തി ഭദ്രാസന അതിർത്തിക്കുള്ളിൽ, ഭദ്രാസനത്തിന് പുറത്തും ഉള്ളിലുമുള്ള നിർധനരും ധനസഹായം ആവശ്യമുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നിട്ട് ഇറങ്ങുകയാണ്. നിരാലംബരായ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം സാമ്പത്തിക പ്രയാസം മൂലം നടത്താൻ ബുദ്ധിമുട്ടുള്ള 44 പെൺകുട്ടികൾ ഭദ്രാസനത്തിലുണ്ട്. അവരെ സഹായിക്കേണ്ടത് നമ്മുടെ വലിയൊരു കടമയാണ്. ഇതെല്ലാം നമ്മുടെ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥന കൊണ്ടും പരസ്പരം സഹായിക്കുവാൻ ഒരു കൈ സഹായം നീട്ടി തന്ന് ഇതിൻ്റെ ഭാഗമാകുവാൻ സാധിച്ച നിശ്ചയമായും നമുക്ക് നമ്മുടെ സഹോദരങ്ങളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമായവരെ കാര്യമായി സഹായിച്ച് വിദ്യാഭ്യാസം ലഭിച്ച് വെളിച്ചമുള്ളവരായി, ആരോഗ്യമുള്ളവരായി വരും തലമുറയെയും നമ്മുടെ പ്രത്യേക പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള പ്രായമുള്ളവരെയും സംരക്ഷിക്കാൻ സാധിക്കും. അത് സഭയ്ക്കൊരു അഭിമാനമാണ്. ഈ ഭദ്രാസനത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു അനിവാര്യതയാണ്. അത്തരത്തിൽ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം, കഴിയുന്ന വിധം സഹായത്തിലേക്ക് മുന്നിട്ട് വരാം. ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ സാമ്പത്തികമായ വിശദാംശങ്ങൾ, അത് എങ്ങനെ സഹായിക്കാം എന്നുള്ള കാര്യങ്ങൾ ഭദ്രാസന സെക്രട്ടറിയും ഈ ട്രസ്റ്റിൻ്റെ ട്രഷററും കൂടെയായ ബഹുമാനപ്പെട്ട ബേബി യോണച്ചൻ നിങ്ങളോട് ഇപ്പോഴേ അറിയിക്കുന്നതാണ്. ഏവരെയും കർത്തൃനാമത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഏവർക്കും നന്ദി. നമുക്ക് ഒന്നിക്കാം, നമുക്ക് പരസ്പരം കൈകോർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കാം. ക്രിസ്തുയേശുവിൽ സ്നേഹ ആദരവുകൾ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് കാരുണ്യസ്പർശം. വയനാട് പോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശത്ത് രോഗികൾ, ഭവനരഹിതർ, പഠനത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ സഹായിക്കുവാൻ തക്കവണ്ണമാണ് ഈ ട്രസ്റ്റ് രൂപീകൃതമായിരിക്കുന്നത്. 2024 മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്ടോബറോടുകൂടി ആരംഭിക്കുകയും ഇതുവരെയും ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ സാധ്യമായിട്ടുണ്ട്. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം തുടങ്ങിയ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന അനേകം വിദ്യാർത്ഥികളെയും വ്യക്തികളെയും സഹായിക്കുവാൻ തക്കവണ്ണം കാരുണ്യസ്പർശത്തിൻ്റെ പ്രവർത്തകർക്ക് സാധ്യമായിട്ടുണ്ട്. ബദേൽ ഹോംസ് എന്ന പേരിൽ ഇപ്പോൾ 4 ഭവനങ്ങൾ കാരുണ്യസ്പർശത്തിൻ്റെ കീഴിൽ നിർമ്മിച്ചു നൽകുവാൻ ആരംഭിക്കുകയാണ്. അതിലേക്ക് മനുഷ്യസ്നേഹികളായിട്ടുള്ള വ്യക്തികളും സംഘടനകളും സംഭാവനകൾ നൽകി. അവരോടുള്ള ഹൃദയംഗമമായ സ്നേഹം ഈ സമയത്ത് അറിയിക്കട്ടെ. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ തക്കോണം നിങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥനാപൂർവം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ ബാങ്കിൻ്റെ സുൽത്താൻ ബത്തേരി ബ്രാഞ്ചിൽ ഒരു കറണ്ട് അക്കൗണ്ട് കാരുണ്യസ്പർശത്തിൻ്റെതായിട്ട് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതോടൊപ്പം നൽകുന്നതാണ്. അതിലേക്ക് നൽകുന്ന സംഭാവനകൾക്ക് ETG പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കുന്നതാണെന്നുള്ള കാര്യവും അറിയിക്കട്ടെ. നിങ്ങൾ നൽകുന്ന ഓരോ ചില്ലിക്കാശും ഉചിതമായ കൈകളിൽ എത്തിക്കുവാനും ഏറ്റവും ഭംഗിയായിട്ട് അത് വിനിയോഗിക്കുവാനും തക്കോണം ഞങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കാലയളവിൽ ഈ ട്രസ്റ്റിലൂടെ അനേകർക്ക് സഹായം എത്തിച്ച എല്ലാ സ്നേഹനിധികളായ വ്യക്തികളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.